നമ്മളെ പുറത്തുനിന്ന് ചായ കുടിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ ഇപ്പോൾ ഉള്ള ചായക്കടകളിൽ നിന്നും ചായ കുടിക്കുന്നതിൽ വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ എല്ലാവരും ഭൂരിപക്ഷം പേരും ചായ ലവറാണ്, കോഫി ലവറാണ്. ഇപ്പോൾ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചായ ലവറാണ്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടിരിക്കുന്ന ചായക്കടയിൽ കണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചായപ്പൊടിയിൽ ഈ പ്രത്യേകിച്ച് ഈ സഞ്ചി പോലെ തൂക്കിയിടുന്ന ഒരു ഇതിൽ ചായപ്പൊടി നമ്മൾ തൂക്കിയിട്ട് ഇടുമല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇവർ 1-2 ബൂസ്റ്റിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പോൾ ഈ പൊട്ടിച്ചിടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചായ ഒരു ക്രീമി ടേസ്റ്റാണ് വരിക. ക്രീമി ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ചായയുടെ ചായപ്പൊടിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു ക്രീമി ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ അത് വിത്തൗട്ട് കഴിക്കുന്നവരാണെങ്കിൽ യാതൊരു കാര്യമില്ല, കാരണം ഈ ബൂസ്റ്റിലൊക്കെ ഹെവി ഷുഗറാണുള്ളത്. അപ്പോൾ ഈ വിത്തൗട്ട് കഴിക്കുന്നവർക്ക് യാതൊരു കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ നമ്മൾ വീണ്ടും ഷുഗർ ചേർക്കുമ്പോൾ ആ ഷുഗർ കണ്ടൻറ്റ് വല്ലാണ്ട് കൂടുക ചെയ്യണത്. ഒപ്പം തന്നെ ഇവർ ഈ തിളച്ച പാല് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതായത് ഈ പാല് ഈ പറയുന്ന ഇതിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കിയിട്ട് ഈ തവള ചത്ത് വീർക്കുന്ന പോലെ പാലിൻ്റെ പാക്കറ്റ് ചത്ത് വീർക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡ് ഉള്ളിലൊരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അത് പൂട്ടി. അവിടെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ആകെ പൂട്ടി, അത് ഇപ്പോൾ തുറക്കുന്നില്ല. അവരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, വലിയൊരു ചെമ്പിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പാക്കറ്റോട് കൂടിയിട്ട് പാലിടുക ചെയ്തത്. അപ്പോൾ ഞാനങ്ങനെ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ നിങ്ങളിങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട്. അവർ പിന്നെ നമുക്കങ്ങനെ നല്ലൊരു മറുപടി അല്ല തന്നെ. അപ്പോൾ ഞാനങ്ങനെ പരാതി കൊടുത്തപ്പോൾ ആ ഒരു ഹോട്ടൽ പൂട്ടിയപ്പോൾ അവർ അവിടെ ആ ഇഷ്യൂ മാത്രമല്ല, ഒരുപാട് ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ട്, പഴയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ചായ ഇപ്പോൾ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പ്ലാസ്റ്റിക് അരിപ്പയിലാണ് ഇവർ ഈ തിളച്ച പാലെടുത്തിട്ട് ഇവർ അരിക്കണത്. അപ്പോൾ ഞാനിത് പല ആളുകളോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് അരിപ്പ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതിനായിട്ട് കുറച്ച് റേറ്റ് 10-15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ അരിപ്പ് കിട്ടില്ല, അതിൽ ചെയ്തോടെ ചോദിച്ചു. അപ്പോൾ ഇവർ പറയുന്നത് വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണെന്ന് പറഞ്ഞത്. ഈ പ്ലാസ്റ്റിക് അരിപ്പിലൂടെ നമ്മൾ വളരെ മൈക്രോ പ്ലാസ്റ്റിക്സ് ഒരുപാട് ഇതിൽ ഈ പാലിൽ വന്ന് അത് നമുക്ക് ചായ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ നമ്മൾ പുറത്തുനിന്ന് ചായ കുടിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ചായക്കടയിൽ കയറുമ്പോൾ ചോദിക്കണത്, നിങ്ങൾ ബൂസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇപ്പോൾ പ്ലാസ്റ്റിക് അരിപ്പയിലാണോ ചെയ്യുന്നത്. കാരണം എന്താ കഴിഞ്ഞാൽ, ഞാൻ സ്ഥിരമായിട്ട് ഡെയിലി ചായ കുടിക്കുന്ന ആളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നിയില്ല. അപ്പോൾ ചായ കുടിക്കുന്നവരൊക്കെ പ്രത്യേകിച്ച് വിത്തൗട്ട് ചായ കുടിക്കുന്നവർ നിർബന്ധമായിട്ടും ചായക്കടയിൽ ചോദിക്കുക, നിങ്ങളുടെ ചായപ്പൊടിയിൽ ബൂസ്റ്റോ ഹോർലിക്സോ മിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വിത്തൗട്ട് ചായ കുടിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിത്തൗട്ട് ചായ കുടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.